മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും ഇപ്പോൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുവാനായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നിട്ടും, പ്രത്യേകിച്ച് വളരെ വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറാണ്, എൻജിനീയറാണ് എന്ന് പറയുന്ന പെൺകുട്ടികൾ പോലും തങ്ങൾ അബദ്ധത്തിലേക്ക് ചാടി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം തങ്ങളെന്തോ സംഭവം നടത്തിയിരിക്കുന്നു, എതിർകക്ഷി കുറ്റക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കൊണ്ടുവരുന്നതായിട്ടുള്ള സംഭവങ്ങൾ വളരെയധികം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസവും ഗൗരവവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരുടെ സംസാരം കേട്ടാൽ തന്നെയും. ഇവരുടെ ബ്രെയിൻ ഓഫാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. പ്രത്യേകിച്ച് ഈ പ്രേമ കാര്യങ്ങളിൽ ഒരു ലോജിക്കും നോക്കാതെയാണ് ഇവർ കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു ബുദ്ധിയും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവരുടെ ഈ ലീലാവിലാസങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നിവൃത്തികേട് കൊണ്ട്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, കുടുംബത്തിൽ അപ്പൻ അമ്മ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അവസ്ഥ കൊണ്ട് ജീവിതത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോകുന്ന പെൺകുട്ടികളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവർ അവരുടെ ശരീരം വിൽക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അതിന് ന്യായമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അവരെ ഇവിടെ സഹതാപത്തോടു കൂടി തന്നെയാണ് നമ്മൾ നോക്കുന്നതും. അവർക്ക് ഈ 21-ാം നൂറ്റാണ്ടിലും പുതിയൊരു ലെവലിലേക്ക് കടന്നു വരാനുള്ള അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടേണ്ടതുമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളും മാതാപിതാക്കൾ കൊടുത്ത് പുതിയ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയുള്ള പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ഡോക്ടർ, എൻജിനീയർ അല്ലെങ്കിൽ അതുപോലുള്ള പോസ്റ്റിൽ മൾട്ടിനാഷണൽ ഓഫീസ് ലെവലിലുള്ള വ്യക്തികൾ, അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരെക്കാട്ടിലും അറിവുള്ളതായിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം ഈ കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള അറിവുണ്ട് എന്ന് പറയുന്നതായിട്ടുള്ള ഈ വ്യക്തികൾ കണ്ട വേട്ടോൻ്റെയും റാപ്പിലും അവൻ്റെ ഫിലോസഫിയിലും മയങ്ങിക്കൊണ്ട് ചെന്നു പെട്ടിട്ട് വലിയ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഇവരുടെ കരണം മാറി മാറി പ്രഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ സിമ്പതിക്ക് ഒരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ സ്കൂൾ കാലഘട്ടം തൊട്ട് നോക്കുമ്പോൾ തന്നെ ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോകുന്ന വ്യക്തികളെ, അല്ലെങ്കിൽ കോളേജുകളിൽ തല്ലുണ്ടാക്കുന്ന, സമരത്തിൽ നേതൃത്വം കൊടുത്ത് വലിയ ആളാകുന്ന, വില്ലത്തരം കാണിക്കുന്നവരോട് സിമ്പതിയും സ്നേഹവും കാണിക്കുന്ന വിവരം കെട്ട നാരികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവരുടെ ചുറ്റിനുമാണ് അവിടെ സ്നേഹത്തോടെയും പ്രാക്ടിക്കലായിട്ടും ജീവിതത്തെ സമീപിക്കുന്ന വ്യക്തികളോട്ടൊന്നും ഇവർക്ക് ഇഷ്ടം ഇല്ല എന്ന് മാത്രമല്ല, അവരെ കളിയാക്കുന്നതായിട്ടും കാണാം. പക്ഷേ ഈ വ്യക്തികൾ ആ സമയത്തൊക്കെ ഇതുപോലുള്ള വ്യക്തികളെ ഭാവിയിൽ തൻ്റെ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനായിട്ടോ ഇതൊന്നും കാണുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരിൽ ഇത് കാണുവാനായിട്ടും ആസ്വദിക്കുവാനും അവരുടെ ജീവിതം തകർക്കുവാനായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതും കൊണ്ടുകൂടിയാണ് ഞാൻ മുമ്പേ ആ വാക്ക് പ്രയോഗിച്ചത് തന്നെ. പക്ഷേ ഈ പെൺകുട്ടികൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ തലങ്ങളിലേക്ക് വരുമ്പോൾ അവർ പിന്നെയും സ്നേഹത്തോട് ഇടപെടുന്ന, ജീവിതത്തെ പ്രാക്ടിക്കലായിട്ട് കണ്ട് ഒരു ചുറ്റുപാടുകളുണ്ട്, ജീവിതത്തിൽ മുന്നോട്ട് പോയി ജീവിക്കാം എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തികൾ വളരെ സ്നേഹത്തോടുകൂടി സത്യസന്ധമായിട്ട് ഇവരോട് വന്നിട്ട് വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും അവനെ വളരെ ക്രൂരനായിട്ടും ഇവനെന്തോ മഹാക്രൂര പാതകം ചെയ്തു എന്ന രീതിയിലാണ് അവനോട് പിന്നീട് സംസാരമോ പിണങ്ങി നടത്തുമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും, എന്നാൽ സംസാരിച്ച് വളയ്ക്കുന്ന അല്ലെങ്കിൽ ചളി പറഞ്ഞുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവന്മാരുമായിട്ട് സംസർഗം കൂടുന്നതായിട്ടും ഈ പെൺകുട്ടികളുടെ ലെവലിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇവരുടെ ബ്രെയിൻ ഓഫായി കിടക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസവും ഗൗരവവും തമ്മിൽ ഒരർത്ഥവുമില്ലെന്ന് തന്നെ ആദ്യം ഞാൻ പറഞ്ഞതിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം. മികച്ച ഒരു സദസ്സ് എന്ന് വർത്തമാനം പറയുവാനായിട്ട് ഈ പ്രമുഖന്മാർക്ക് സാധിക്കുകയില്ല. അവർ വെറും പൈങ്കിളി ലെവലിൽ പെൺകുട്ടികളുടെ അടുക്കൽ മാത്രമേ ഈ സംസാര രീതി കൊണ്ടുവരികയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കുളിക്കാതിരുന്നു കഴിഞ്ഞാൽ തലമുടി ഒതുങ്ങുകയില്ല. അതിനുവേണ്ടി പ്രത്യേക ഫാഷൻ ചട്ടി കമഴ്ത്തിയ പോലുള്ള തലമുടിയും സൈഡ് വശങ്ങൾ പ്രത്യേകം
പറ്റ വെട്ടിക്കൊണ്ട് നടക്കുന്നതായിട്ടുള്ള രീതിയും, മേൽചുണ്ടിന് മുകളിലുള്ള രോമങ്ങൾ കത്തിരിക്കാതെയും, താടി ഫാഷനാണെന്നും പറഞ്ഞുകൊണ്ട്, അതായത് ഷേവ് ചെയ്യുവാനായിട്ടുള്ള മടി, കുളിക്കാതെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് വെള്ളം കാക്കക്കുള്ളി കുളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു സ്റ്റൈലിന് വേണ്ടി, അത് ഈ പെൺകുട്ടികളെ, ഈ വിവരം കെട്ട വിഡ്ഢികൾക്ക് മനസ്സിലാകുവാതിരിക്കുവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഇവരതിലേക്ക് വീണ് ഫാഷൻ എന്നുള്ള രീതിയിൽ അതിലേക്ക് പോകുന്നതായിട്ടും, അതുവഴി ഈ പെൺകുട്ടികളെ അവർ വളയ്ക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് ഇവർ വിളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെല്ലുക, പ്രത്യേകിച്ച് ബൈക്കിൽ ചുറ്റിക്കറങ്ങുക, പ്രധാനമായിട്ടും അടിപൊളി ലൈഫ്, പമ്പ്, അതായത് മികച്ച രീതിയിൽ നിൽക്കുന്നവൻ ഈ രീതിയിലേക്ക് പോവുകയില്ല എന്നുള്ളത് ഇവർക്കറിയാം. അപ്പോൾ അടിച്ചു പൊളിക്കുക, ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചാൽ അവിടെ ചെല്ലുക. പ്രത്യേകിച്ച് ഡോക്ടർ ലെവലിലൊക്കെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് ഇവരുടെ ആദ്യ മീറ്റിങ്ങിൽ തന്നെ അവരുടെ സ്വഭാവ രീതികൾ, അവരുടെ സംസാര രീതികൾ, അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ അവൻ്റെ പല്ല് തേക്കാത്ത വായിൽ നിന്ന് വരുന്ന പൈങ്കിളിയും പ്രലോഭനങ്ങളും, നാക്ക് പൊടിക്കാത്ത നാക്കിൽ നിന്ന് വരുന്ന സ്വീറ്റ് അറ്റംപ്റ്റും, ബീഡിക്കറയിലും സിഗരറ്റിലും ലഹരിയിലും കറുത്ത അവൻ്റെ ചുണ്ടിൽ നിന്നുള്ള ലിപ് ലോക്കും, എന്തിന് സെക്സ് ആഗ്രഹിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ആ രതിലീലതകൾ ആസ്വദിച്ചതിന് ശേഷം, അമൃതുപോലെ ആസ്വദിച്ചതിന് ശേഷം അവൾ തന്നെ അത് വിസർജിക്കുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവൾ നാറുകയാണെന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഒരു ലോജിക്കുമില്ലാത്ത ഈ മന്ദബുദ്ധിക്ക് ഉണ്ടാകേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ലൈംഗിക ആസ്വാദനം വളരെ എല്ലാ രാജ്യത്തും നിയമപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ക്യാരക്ടർ ഉള്ളവളാണോ, പരിണത ഫലങ്ങൾ ഏറ്റെടുത്ത് മികച്ച രീതിയിലുള്ള സംരക്ഷണ ലെവൽ നൽകുന്നവളാണോ എന്നുള്ളത് വളരെയധികം ബുദ്ധിയൊന്നും ഉപയോഗിച്ചുകൊണ്ട് നിൽക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമല്ല. ഈ ലോകം ഉണ്ടായ കാലഘട്ടം തൊട്ട് കേൾക്കുന്ന കാര്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം എത്തുന്ന ഒരു നിമിത്തം മാത്രമാണത്. ഏതൊരു മനുഷ്യനും പെട്ടെന്ന് തന്നെ നമ്മുടെ ചിന്തകളിലേക്ക് എത്തിക്കുന്ന വസ്തുത മാത്രമായിട്ടുള്ളൊരു കാര്യമാണത്. അതിനു പകരം അവൻ ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുമ്പോൾ തൻ്റെ ബ്രായ്ക്കുള്ളിലെ മാംസത്തുണ്ടുകളുടെ ഫോട്ടോ എടുക്കുവാൻ സമ്മതിക്കുകയും തൻ്റെ പാൻറ്റീസിനുള്ളിലെ വീഡിയോ അവൻ്റെ ക്യാമറ കണ്ണുകൾ നക്കിയെടുക്കുകയും ചെയ്യുമ്പോൾ അവനത് പിന്നീട് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുകയും ലോകത്തിലുള്ള എല്ലാ അഡൻസുള്ളി സൈറ്റിലേക്കും ഈ വീഡിയോ അവൻ ഷെയർ ചെയ്യുകയും പിന്നീട് അത് അവൾ അറിയുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒന്നും വാക്ക് കേൾക്കാതെ ഇവനെ വിശ്വസിച്ച് അവൻ ചതിച്ചു എന്നറിയുമ്പോൾ പിന്നീടൊന്നും ആലോചിക്കാതെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തുമ്പോൾ ആ തീനാളങ്ങൾ പുൽകുമ്പോൾ ആർക്ക് പോയി? അവളുടെ അച്ഛനും അമ്മയ്ക്കും പോയി. കൂടി വന്നു കഴിഞ്ഞാൽ ബന്ധുക്കൾ ഒരാഴ്ചത്തേക്ക് കുറ്റം പറയും, നാട്ടുകാർ 2 ദിവസത്തേക്ക് പരദൂഷണം പറയുകയും ചെയ്യും. സമൂഹം അത് ന്യൂസായിട്ട് കാണുകയും പിന്നീട് അതുപോലുള്ള വാർത്തകൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയത് കാണുവാനായിട്ടുള്ള ലെവലിൽ അവരങ്ങനെ പോവുകയും ചെയ്യും. തങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ അത് ദുരന്തവും മറ്റുള്ളവർക്ക് അത് വരുമ്പോൾ കൗതുകമുള്ളൊരു വാർത്തയുമാണെന്ന് മാത്രം മനസ്സിലാക്കുക. മികച്ച രീതിയിലുള്ള ജീവിത കാഴ്ചപ്പാടുള്ളവനെയും അവൻ്റെ ആസ്വദിച്ചുള്ള ലൈംഗിക സംതൃപ്തി ലെവലിനെയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഫോർപ്ലേയെയും പിന്നീട് മനസ്സ് നിറയുന്ന രതിവേഴ്ചയെയും മറന്നുകൊണ്ട് പുറമേനയിൽ മാത്രം ആകർഷിച്ചുകൊണ്ട് കപടതന്ത്രങ്ങൾ മാത്രം പറയുന്ന വ്യക്തികളുടെ ഇടയിലേക്ക് ഈ പെൺകുട്ടികൾ കടന്നു പോവുകയുള്ളൂ എന്ന് മാത്രം അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിന് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും?